ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കിരണും സരിയും കൂടി ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺ സരിയുനോട് പറയുന്നുണ്ട്, ഹോ നിന്റെ കുറിച്ച് പഴയ കാര്യങ്ങൾ എനിക്ക് ആലോചിക്കാനേ വയ്യ സരിയു. അന്ന് നീ എന്തൊരു വഴക്കാളിയായിരുന്നു. ഇതുപോലെ വാശിയും ദേഷ്യവും ഒക്കെ തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യമുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അന്ന് നീ ഇതുപോലത്തെ ശാന്ത സ്വഭാവമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടാനെ. അതായത് മുറപ്പെണ്ണിന്റെ രീതിയിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടാനെ എന്നൊക്കെ കിരൺ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും സരിയുന് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. അപ്പോഴാണ് കല്യാണി കിരണിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഹലോ കിരണേട്ടാ, ഇതെവിടെയാ? ഞാൻ സരുവിന്റെ കൂടെ സൈറ്റ് വരെ പോയതായിരുന്നു കല്യാണി. അവള് സൈറ്റ് കാരണം അവൾക്ക് പോണമായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചു, ഞാനും കൂടെ പോയി. ഇപ്പൊ നമ്മള് ഇടയ്ക്ക് വരാറുള്ള ഒരു ചായക്കട ഉണ്ടല്ലോ ആ ഭാഗത്ത്, അവിടെ പോയിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. അതെ, സരുവിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്തിട്ട് കിരേട്ടൻ പെട്ടെന്ന് വരണേ. കല്ലുമോനും കൂട്ടിക്കൊണ്ട് നമ്മളൊന്ന് പുറത്തു പോയിട്ട് എത്ര നാളായി. ശരി കല്യാണി, ഓക്കെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. എന്താ കിരണേ എന്ന് സരിയ ചോദിക്കുമ്പോ, കല്യാണിയാ വിളിച്ചത്. കല്ലുമോനെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോയിട്ട് ഒരുപാട് നാളായി. അത് ശരി, അവള് പറഞ്ഞത് ഒത്തിരി നാളായി കല്ലുമോനായിട്ട് പുറത്തേക്കൊന്ന് പോയിട്ട്. ഒന്ന് പുറത്തേക്കൊക്കെ പോയി ഒന്ന് ചുറ്റണം. അല്ല നീ വരുന്നുണ്ടോ? കൺമണി മോളെയും കൂട്ടിക്കോ. ഇല്ല, ഇന്ന് ഒരുപാട് അലഞ്ഞില്ലേടാ, ഇനി ഒന്നുമില്ല എന്ന് പറയാണ്. എങ്കിൽ ശരി എന്ന് പോയാലോ? ശരി എന്ന് പറയാണ്. അങ്ങനെ കിരണും അതുപോലെ തന്നെ സരിയും അവിടെ നേരെ കമ്പനിയിലേക്കാണ് പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കണ CA മാർട്ടിനെയാണ്. അയാൾ ആ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഓഡിറ്റോറിയത്തിന്റെ ഓണറെ കാണുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരനോട് ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങളാണോ ഈ ഓഡിറ്റോറിയത്തിന്റെ ഓണർ? അതെ സർ, ഞാൻ തന്നെയാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ ഓണർ. അതെ, ഈ മാസം ഒരു വിവാഹം നടന്നില്ലേ ഇവിടെ, കാർത്തിക വെഡ്സ് ദിലീപ് എന്ന് പറഞ്ഞിട്ട്? അതെ നടന്നിരുന്നു സർ. അത് സോഷ്യൽ മീഡിയ ഒക്കെ കണ്ണു മൂടി കെട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഓഡിറ്റോറിയം എടുത്തത് എന്ന് പറയാണ്. ആ കഥയൊക്കെ എനിക്കറിയാം. അല്ല, ഇവിടെ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. സർ, മുൻപിൽ മാത്രമേ ക്യാമറ ഉള്ളൂ. അതെന്താ പുറകിൽ ക്യാമറ വെക്കാത്തത്? എടോ, മനുഷ്യർക്കേ പുറകിൽ കണ്ണില്ല. വീടിനെയും അതുപോലത്തെ ഓഡിറ്റോറിയത്തിന് ഫ്രണ്ടിലും പുറകിലെങ്കിലും ഒരു ക്യാമറ വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും, സർ അത് അത്രയ്ക്കും കൂടെ ആലോചിച്ചില്ല സർ. അത് മാത്രല്ല, ഇത്രയും വലിയൊരു മാരേജ്, അതായത് സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ ഗംഗപ്രസാദ് പറഞ്ഞ കൊലയാളുടെയും കണ്ണ് വെട്ടിച്ച് നടത്തുന്ന ഒരു മാരേജ് ആവുമ്പോ അങ്ങനത്തെ ക്യാമറ സെറ്റപ്പുകളൊക്കെ വെക്കായിരുന്നു. അപ്പൊ അയാളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ശരി, അകത്തേക്ക് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് ഒന്ന് നോക്കുവാണ്. ശേഷം ചോദിക്കുന്നുണ്ട്, അകത്ത് ഈ സൈഡിലൊക്കെ ക്യാമറ ഉണ്ടല്ലേ? ഉണ്ട് സർ. എനിക്ക് ഇതിന്റെ ഫുൾ ഫോട്ടേജ് വേണം, അകത്തെയും അതുപോലെ തന്നെയും ആ പുറത്ത് സൈഡിലുള്ള ആ സംഭവത്തിന്റെ എല്ലാ ഫോട്ടേജും എനിക്ക് ഇന്ന് തന്നെ വേണം. ശരി സർ, ഞാൻ എത്തിക്കാം എന്ന് പറയാണ്. അങ്ങനെ അവിടെ അവർ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. പിന്നീട് കാണിക്കണ സരയൂനെയാണ്. സരയു ഒരു കപ്പ് ചായയായിട്ട് നമ്മുടെ കിരണിന്റെ അടുത്തേക്ക് വരുവാണ്. കിരണെ, ഇന്ന് ചായ. നീ എന്തിനാ ചായ ഇട്ടൊന്ന് സരിയോ? ക്യാൻറ്റീനിൽ ആരെങ്കിലും വരുമായിരുന്നല്ലോ. നീ ചായ ഒന്ന് ആദ്യം കുടിച്ചു നോക്ക്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ എനിക്ക് പാചകമൊക്കെ ഏറെക്കുറെ അറിയുന്ന. ഇത് ഞാനിട്ട ചായയാണ്. ആണോ? ഞാനിപ്പോ ചായ വേണോന്ന് വിചാരിച്ച് ഞാൻ ക്യാൻറ്റീനിൽ വിളിച്ചു പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോഴാണ് നീ ചായ ഇട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് കിരൺ ആ ചായ കുടിക്കുകയാണ്. ഇത് മസാല ചായയല്ലേ? അതെ, എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. കല്യാണി വെക്കണ പോലെ ആയിട്ടുണ്ട്. അപ്പോ സരിയു ഇങ്ങനെ ആലോചിക്കാട്ടോ, അവിടെ അവന്റെ ഒരു കല്യാണി. എന്തു പറയുമ്പോഴും ഇവനെ കല്യാണിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ വിചാരിക്കുമ്പോ, എന്താ സരിയു നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നീ പറയാനുണ്ടല്ലോ കല്യാണി എന്നിട്ട് പാചകം ചെയ്യുന്നു. അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് ഞാനും എത്തിയല്ലോ എന്ന് ആലോചിച്ച് ചിന്തിച്ചു പോയതാണ്. അതേ സരിയു, എല്ലാ പാചകങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. നിനക്കൊരു പെൺകുഞ്ഞാണ്. നാളെ ഏതെങ്കിലും സാഹചര്യം മാറിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് ആ പെൺകുഞ്ഞായിട്ട് ജീവിക്കണ്ടേ? അതുകൊണ്ട് നമ്മൾ ഇന്ന ജോലി ചെറുതായിട്ട് കാണരുത്, എല്ലാ ജോലിയും അറിഞ്ഞിരിക്കണം. അത് നീ പറഞ്ഞത് ശരിയാണ്. മുമ്പ് എനിക്ക് അഹങ്കാരമായിരുന്നല്ലോ, എല്ലാം കൈവെള്ളെ കിട്ടുന്നതിന്റെ അഹങ്കാരം. കിരൺ പറയുന്നുണ്ട്, അതെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിനക്ക് കിട്ടുന്നതിന്റെ നിന്റെ മനസ്സ് മുരടിച്ചു പോയി. നിനക്ക് അധ്വാനിക്കാനുള്ള ശീലം ഇല്ലാതായി പോയി. അതാ നിനക്ക് പറ്റിയ കുഴപ്പം എന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വലിയൊരു തെറ്റ് തന്നെയായിരുന്നു. അങ്ങനെ മുമ്പേ ഞാൻ തിരുത്തിരുന്നെങ്കിൽ എനിക്ക് പലതും നഷ്ടപ്പെടില്ലായിരുന്നു കിരണെ, നിന്നെ പോലും എന്ന് പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് പോവാണ്. അത് പറയുമ്പോ കിരണിന്റെ മുഖം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ആ പോലീസിനെയാണ്. ആ CA മാർട്ടിൻ കിരണിന്റെ വീട്ടിലേക്ക് വന്നിരിക്കട്ടോ. അവിടെ കല്യാണി മാത്രമേ ഉള്ളൂ. കല്യാണി പതുക്കെ ജനലിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോഴേക്കും പോലീസ് വണ്ടിയാണ് കാണുന്നത് കേട്ടോ. കല്യാണി വേഗം വാതിൽ തുറക്കുന്നുണ്ട്. CA മാർട്ടിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വീട്ടുകാരിയാണോ? അതെ സർ. കല്യാണി അല്ലേ? അതെ സർ. എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ടായിരുന്നു. അകത്തേക്ക് വരാം സർ എന്ന് പറയണം. അങ്ങനെ CA മാർട്ടിൻ അകത്ത് വന്നിരിക്കുകയാണ്. എന്താ സർ ചോദിക്കാനുള്ളത്? അല്ല, തമിഴ്നാടും കേരളവും ഒരുപോലെ വിറപ്പിച്ച ഒരു കൊലയാളി ഉണ്ടായിരുന്നു, ഗംഗപ്രസാദ് എന്നിങ്ങനെ പറയുമ്പോ തന്നെ കിരണിന്റെ വണ്ടി അവിടേക്ക് എത്തുവാട്ടോ. കിരണേട്ടൻ വന്നു എന്ന് പോലീസിനോട് കല്യാണി പറയുമ്പോ, നിങ്ങളുടെ ഭർത്താവല്ലേ? അതെ എന്ന് പറയാണ്. കിരൺ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ നിറച്ച് പോലീസുകാരട്ടോ. കിരൺ അപ്പൊ തന്നെ ചില സംശയമൊക്കെ തോന്നുന്നുണ്ട്. കിരൺ അങ്ങനെ അകത്തേക്ക് കയറാണ്.
ഹലോ കിരൺ, ഞാൻ SCA മാർട്ടിൻ. ഹലോ സർ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ ഇരിക്കുകയാണ്. കിരൺ അറിയായിരിക്കുമല്ലോ, നമ്മുടെ പിടികിട്ട പുള്ളി ഗംഗപ്രസാദ് നാടിനും വീടിനും നാട്ടുകാർക്കൊന്നും വേണ്ടാത്ത ഒരാളാണ്. പോലീസുകാർ പോലും അവനൊന്ന് ചത്തിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു പരാതി കിട്ടിയത്. പരാതിയോ? അതെ, അവന്റെ ഒരു വുഡ്ബി ഉണ്ടല്ലോ, എന്താ ഉള്ള പേര്, സ്റ്റെഫിയാണ് പരാതി തന്നത്. അവള് സബ് ജയിലിലായിരുന്നു, ഇന്നലെ പരോളിൽ ഇറങ്ങി. അവളുടെ വുഡ്ബിനെ കാണാനില്ലെന്നാണ് അവള് പരാതി തന്നിരിക്കുന്നത്. അല്ല, ആ വുഡ്ബി എന്ന് പറഞ്ഞ ഗംഗപ്രസാദ് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് കാർത്തികയുടെ വിവാഹമായിരുന്നു. ആ വിവാഹത്തിന് വരാൻ വേണ്ടിയിട്ടാണ് അവൻ ജയില് പോലും ചാടിയത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ആ കല്യാണത്തിന് ഗംഗപ്രസാദ് വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോ കല്യാണി പറയണ്ടില്ല സർ, ഗംഗ വന്നില്ല സർ എന്ന് പറയാണ്. അപ്പോ സിയെ ചോദിക്കണ്ട്, അത് കല്യാണിയല്ല കിരണല്ലേ പറയേണ്ടത്. കിരണെ പറയൂ, ഗംഗ വന്നിരുന്നോ? ഇല്ല സർ, വന്നില്ല സർ എന്ന് പറയണ. അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും? ഇല്ല സർ, അവിടെയൊന്നും വന്നിരുന്നില്ല. ഓ, ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടല്ലേ, ഗംഗ ഇല്ലാത്തതിന്റെ ആശ്വാസം. അത് ഉണ്ടാവുമല്ലോ സർ. എന്തായാലും പിടികിട്ടാ പുള്ളിയാണെങ്കിലും ഒരു പരാതി കിട്ടിയ അന്വേഷിക്കണമല്ലോ എന്ന് പറയാണ്. കിരൺ എപ്പോഴാ അവൻ അവസാനമായിട്ട് കണ്ടത്? സർ, ഞാൻ കണ്ടിട്ട് കുറെയായി. പല പ്രാവശ്യം അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ വഴുതി പോവാണ് ചെയ്തത്. വഴുതി പോയിന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കിട്ടിയിട്ട് നിങ്ങളെങ്ങാനും അവനെ കൊന്നോ സമാധാനത്തിന് വേണ്ടി? ഇല്ല സർ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് ആ സിയെ പറയാണ്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, എന്നാ നിങ്ങൾ കേട്ടോ, അവനെ ഓഡിറ്റോറിയത്തിൽ വിവാഹ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയ വിവരമാണ് എന്ന് പറഞ്ഞിട്ട് സിയെ പറഞ്ഞിട്ട്, എനിക്ക് എന്തായാലും ഇതിന്റെ അന്വേഷണം നടത്തേണ്ടി വരും. അപ്പോ നിങ്ങളുടെ സഹകരണം വേണം. നിങ്ങളൊക്കെ ആ തിരക്കുള്ള ആൾക്കാരെന്ന് എനിക്ക് അറിയാം. എന്നാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ സഹകരിക്കണം. ഞങ്ങൾ എങ്ങനെ സഹകരിക്കാനാണ് സർ? ഇതുപോലെ എന്തിനും സഹകരിച്ചാൽ മതി. ശരി എന്ന് പറഞ്ഞിട്ട് സിയെ അവിടെ നിന്ന് ഇറങ്ങാണ്. സിയെ പോലീസ് ജീപ്പിലേക്ക് കയറുന്ന സമയത്ത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കിരൺ ചെറിയൊരു വെപ്രാളം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് സിയെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് പോകുവാണ്. സിയെ പോയി കഴിയുമ്പോഴേക്കും കല്യാണി ചോദിക്കുന്നുണ്ട്, അയാൾ എന്താ നമ്മളെ സംശയിക്കുന്ന പോലെ ചോദിച്ചത്? അവളുടെ പരാതി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, നമ്മളാണ് ഇത് ചെയ്തൊന്ന് സംശയം എന്തിനും പറഞ്ഞിട്ടുണ്ടാവും. അല്ല, അയാള് ഗംഗ എന്തോ മരിച്ചെന്നോ കിരണേട്ടൻ എന്തോ സംശയമുള്ള പോലെയൊക്കെ അയാൾ ചോദിച്ചത്. അയാൾ അങ്ങനെ പലതും ചോദിക്കും. പോലീസുകാരില്ലേ കല്യാണി? അല്ല, അയാൾ എന്താ അങ്ങനെ പറഞ്ഞത്? ഓഡിറ്റോറിയത്തിൽ ഗംഗ വന്നു, അത് നമ്മുടെ വായനത്തിൽ അറിയാൻ വേണ്ടി ചെറുതെ ചോദിച്ചതായിരിക്കും. സത്യം പറ കിരണേട്ട, കിരണേട്ടൻ എന്തിനാ അറിയാവോ? നീ എന്താ കല്യാണി അയാൾ ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കുന്നത്? അല്ല കിരണേട്ട, പല കാര്യങ്ങളും എന്നോട് പറയാറില്ല, എനിക്ക് ടെൻഷൻ ആവോന്ന് വിചാരിച്ചിട്ട്. സത്യം പറ, ഇനി ഓഡിറ്റോറിയത്തിൽ അവനെങ്ങാനും വന്നിരുന്നോ? അവനെ കിരണേട്ടൻ എന്തിനു ചെയ്തോ എന്ന് ചോദിക്കാണ്. കല്യാണി, നീ ഇങ്ങനെ പറയല്ലേ, നീ എന്നെ സംശയിക്കുവാണോ? കിരണേട്ടൻ എന്നോട് കള്ളം പറയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ അയാളുടെ ചോദ്യം ചെയ്യലൊക്കെ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത ടെൻഷൻ പോലെ. മാത്രല്ല, അയാൾ പറഞ്ഞതിലും കാര്യമില്ലേ? ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ടെങ്കിൽ എപ്പോഴേ കാർത്തിക ചേച്ചിയെടുത്തും ദിലീപിന്റെ അടുത്തും എത്തേണ്ടതാണ്. അതുകൊണ്ട് ഇത്ര ദിവസമായിട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ടാ എനിക്കും ഡൗട്ട് കൂടിയത്. നീ അതിനെ കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കേണ്ട കല്യാണി, അത് തീർന്നു. അതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. നീ വിഷമിക്കണ പോലെ ടെൻഷൻ ആവണ പോലെ ഒന്നുമില്ല. ശരി എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോവാണ്. കല്യാണി ഇങ്ങനെ പറയുന്നുണ്ട്, കിരണേട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോഴാണ് കല്യാണി അവിടെ നിന്ന് പോണത്. പക്ഷെ കിരണ വല്ലാത്ത ടെൻഷനായിട്ട് കിരണ അവിടെ ആകെ വെപ്രാളം പിടിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.